നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു GST റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, നമ്മളൊരു വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് എന്തൊക്കെ ടാക്സുകളാണ് അടക്കേണ്ടത്, അതിനെപ്പറ്റി ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരാനായിട്ട് CA സ്റ്റാൻലി സാറ് നമ്മോടൊപ്പം ഉണ്ട്. എറണാകുളം ബേസ് ചെയ്താണ് സാറ് വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ ചോദിക്കുമ്പോഴേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ഫോർമാലിറ്റീസ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച്, ഒന്നും അറിയാത്ത ഒരാൾക്ക് സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്? GST നിയമപ്രകാരം നമ്മൾ ടേൺ ഓവർ ആണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഗുഡ്സിനാണെങ്കിൽ 40 ലക്ഷം രൂപയാണ് ഒരു സാമ്പത്തിക വർഷം അതിൻ്റെ സീലിംഗ്. സർവീസ് ആണെങ്കിൽ 20 ലക്ഷം. അത് കഴിയുന്ന മുറയ്ക്ക് നിർബന്ധമായിട്ടും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കണം. പിന്നീടുള്ള അതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പാർട്ണർഷിപ്പ് ഫേം, കമ്പനി, LLP, ഇങ്ങനെ പല കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് വുഡ് ബി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ കോൺട്രാക്ടർ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് അവരുടെ പാൻ നമ്പർ, അപ്പോൾ ID പ്രൂഫ്, ഫോട്ടോ, പിന്നെ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓഫീസിൻ്റെ, പിന്നെ റെൻറ്റിനാണെങ്കിൽ റെൻറ്റ് അഗ്രിമെൻറ്റിൻ്റെ കോപ്പി, ഇത്രയും വെച്ച് നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ വേണം സബ്മിറ്റ് ചെയ്യാൻ. ഓഫീസർ അത് വെരിഫൈ ചെയ്തിട്ട് ഒരു ഫിസിക്കലായിട്ട് ഇപ്പോൾ ഇൻസ്പെക്ഷനും വരും. പണ്ടതില്ലായിരുന്നു. ഓഫീസിൽ പോയി ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. കമ്പനി ആണെങ്കിൽ, പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കോപ്പി വേണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ROCന്ന് കിട്ടിയ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും മെമ്മറാണ്ടും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എല്ലാം നമ്മൾ കൊടുക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുമായിരിക്കും ഒരു GST? സാധാരണ ഒരാഴ്ചയ്ക്കോ നമുക്ക് കിട്ടും. ഒരാഴ്ചയ്ക്ക് അവർ തരുന്നു. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇപ്പം സർക്കാരിൽ എന്തെങ്കിലും ഫീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? GST നിലവിൽ രജിസ്ട്രേഷനായിട്ട് സംബന്ധിച്ച് യാതൊരു ഫീസും ഇല്ല. പണ്ട് വാറ്റിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. 15, 25, 50, 75, 75,000 ഒക്കെ ഉണ്ടായിരുന്നു കമ്പനി ആണെങ്കിൽ. ഇപ്പം ഇതിൻ്റെ അകത്ത് യാതൊരു ഫീസും ഇല്ല. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ഓൺലൈൻ പോർട്ടലിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ, അത് കൺസൾട്ടന്റിന് കൊടുക്കുന്ന ഒരു സർവീസ് ചാർജ് മാത്രം. ഭാഗത്തെ ഫീസ് ഒന്നും. സാറേ, അതുപോലെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അതിന്റെ സ്റ്റേജുകൾ എത്ര ഒക്കെ അടക്കേണ്ടത്, ഏതൊക്കെ ഇതിലാണ് വരേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതിന്റെ പെർസെന്റേജ് ഒക്കെ. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എങ്ങനെയാണ് ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച്? GSTയിൽ നോർമലായിട്ട് റെഗുലർ റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണ് കൂടുതലും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്സ് കോൺട്രാക്ട് ആണെങ്കിൽ 50 ലക്ഷത്തിൽ കൂടുതൽ. ഗുഡ്സിലാണെങ്കിൽ അത് 1.5 കോടി വരെ ഉണ്ട് കോമ്പൗണ്ടിങ് ടേൺ ഓവർ. അത് ക്വാർട്ടർലി ആണ്. മറ്റുള്ളവർക്കെല്ലാം എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം. മാസവും ഉണ്ട്. 2 രീതിയിലുള്ള റിട്ടേൺസ് ആണ് ഇതിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ഒന്ന് GSTR 1 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സെയിൽസ് രജിസ്റ്ററാണ്. നമ്മൾ നടക്കുന്ന സെയിൽസിൻ്റെ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്നതിനെയാണ് GSTR 1 എന്ന് പറയും. അതെല്ലാ മാസവും 11-ാം തീയതിക്കകം നമ്മളത് അപ്ലോഡ് ചെയ്യണം. പിന്നീട് അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടതിനെയാണ് GSTR 3B എന്ന് പറയും. GSTR 3B പറയുന്നത് 20-ാം തീയതിയാണ്. എല്ലാ മാസവും 20-ാം തീയതിക്കകം നമ്മൾ 3Bയിൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇൻപുട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. അതാണ് 2B എന്ന് പറഞ്ഞ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ പോർട്ടലിൽ അത് വിസിബിൾ ആയിരിക്കും. 20-ാം തീയതി അടയ്ക്കുമ്പോൾ നമുക്കറിയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ഡ്യൂ 1 ലക്ഷം, പർച്ചേസ് ഒരു 75,000 ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 20-ാം തീയതി ആകുമ്പോൾ നമ്മൾ പോർട്ടലിൽ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 75,000 അവിടെ റിഫ്ലക്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള 25,000 രൂപ വേണം നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുവാൻ. അഥവാ നമ്മുടെ ക്യാഷ് ലെഡ്ജറിൽ നിന്നും പൈസയായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. മറ്റേതിനെ ക്രെഡിറ്റ് ലെഡ്ജർ എന്നാണ് പറയുന്നത്. നമ്മുടെ സപ്ലയർ റിട്ടേൺ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 2Bയിൽ വരുന്നതിനെയാണ് ക്രെഡിറ്റ് ലെഡ്ജറിൽ വിസിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ്. അത് നമുക്ക് ഈ 1 ലക്ഷമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ബാലൻസ് ഉള്ള 25,000 രൂപ മാത്രം നമ്മൾ ക്യാഷ് ആയിട്ട് അടച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിപ്പം ഒരു ഡേറ്റ് പറഞ്ഞല്ലോ, ഇത്ര ഡേറ്റിൽ അടക്കേണ്ടതെന്നാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഡിലേ ആയിട്ട് ഫയൽ ചെയ്യുന്നതിന് ഇന്ത്യ മുഴുവനുള്ള നിയമമാണ്. ഡിലേഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺസിന് 18% പെർ ആനമാണ് പലിശ. അതും ഇപ്പോൾ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മാസം 20-ാം തീയതി ഫയൽ ചെയ്യേണ്ട 3B
28-ാം തീയതിയാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 8 ദിവസത്തെ പലിശ ഓട്ടോമാറ്റിക്കായിട്ട് ഇ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ പോർട്ടലിൽ വിസിബിൾ ആയിട്ട് വരും. അത് നമ്മൾ അടച്ചേ പറ്റൂ. അത് അടച്ചാൽ മാത്രമാണ് റിട്ടേൺ സബ്മിഷൻ ആകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഓരോ മാസം അടയ്ക്കുമ്പോൾ നമ്മളിപ്പം ഒരു ബില്ല് പെൻഡിങ് ആയിപ്പോയി, ഇപ്പം നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം മിസ്സിങ് ആയി, നമുക്ക് ആ മാസം അടയ്ക്കാൻ പറ്റിയെങ്കിൽ ആ പഴയ ഡേറ്റിൽ നമുക്ക് ബില്ല് പുതിയ മാസത്തിൽ അടയ്ക്കാൻ പറ്റും. അതിനിപ്പോൾ ഒരു പുതിയ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, വാറ്റിൽ നിയമത്തിലെല്ലാം നമ്മൾ ഒരു റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യാമായിരുന്നു. റിവൈസ്ഡ് മന്ത്ലി റിട്ടേൺ എന്ന് പറയും. പക്ഷേ GST നിയമത്തിൽ 7 വർഷമായിട്ടും ഒരു റിട്ടേൺ ഫയൽ ചെയ്താൽ റിവൈസ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ നിയമത്തിൽ ഇല്ലായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള കൺസൾട്ടൻസും അതുപോലെ വ്യാപാരി വ്യവസായി സമൂഹങ്ങളെല്ലാം പല ഫോറത്തിലും ഇത് കംപ്ലൈൻറ്റ് ചെയ്തു, ഗ്രീവൻസിൽ പോയി. ഈ കഴിഞ്ഞ GST കൗൺസിൽ മീറ്റിംഗ്, അതായത് 53ാമത്തെ GST കൗൺസിൽ മീറ്റിങ്ങിൽ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു മാസം റിട്ടേൺ ഫയൽ ചെയ്യുന്നു GSTR 1. ആ GSTR 3B ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞു 20ാം തീയതി. 20ാം തീയതിക്ക് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ റിട്ടേൺസിൻ്റെ ഏതെങ്കിലും സെയിലോ ബിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാം. അതിനെയാണ് GSTR 1A എന്ന് പറയും. അപ്പം GSTR 1Aയും കൂടെ ചെയ്തിട്ട് ആ 20ാം തീയതിക്കുള്ളിൽ നമുക്കത് റെഗുലറൈസ് ചെയ്ത് അതിൻ്റെ ടാക്സും കൂടി നമുക്ക് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെയുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ ഏതെങ്കിലും സെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമെൻഡ് ചെയ്യാം. പക്ഷേ ഏത് മാസത്തെ ബില്ലാണോ അന്ന് തുടങ്ങിയുള്ള പലിശ അടയ്ക്കണം എന്നുള്ള കാര്യം മറക്കരുത്. ചെയ്യാം. ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞ് വരുന്ന നവംബർ മാസം 31 വരെ നമുക്ക് ആ ഒരു സാമ്പത്തിക വർഷത്തിലെ ഏതെങ്കിലും സെയിലോ പർച്ചേസോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതാത് മാസം റിവൈസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അതിനാണ് ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു റിലീഫ് ഇപ്പോൾ സർക്കാർ തന്നിരിക്കുന്നത്, GSTR 1 ക്യാപിറ്റൽ A. അതേപോലെ നമ്മളിപ്പം ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചുള്ള ടാക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ ഒരു ഓണറെ സംബന്ധിച്ച്, വീട് വെക്കാൻ പോകുന്ന ഓണറെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇപ്പം നമുക്ക് ഇനി അറിയേണ്ടത്, ഇപ്പോൾ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടർ ഇപ്പം നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ ഒരു സൂപ്പർവിഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഇത് വരുന്നത്? ഇപ്പം എഞ്ചിനീയർ അല്ലെങ്കിൽ ഡ്രോയിങ്സ് നടത്തുന്ന ആൾ, ടെക്നീഷ്യന്മാർ, സൂപ്പർവൈസർ, ഇവരെല്ലാം ഒരു ചെയ്യുന്ന സർവീസിനെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയും. GST നിയമത്തിൽ സപ്ലൈ ഓഫ് സർവീസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പോലെ ഈ സർവീസിനും GST ബാധകമാണ്. ഒരു കണ്ടീഷനുള്ളത്, ഒരു സാമ്പത്തിക വർഷം 20 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം, രജിസ്ട്രേഷൻ വേണ്ട. അത് കൂടുതൽ വന്നാൽ അവർക്കും 18% GST ആണ് ബാധകമായിട്ടുള്ളത്. അവർക്കും ബാധകമുണ്ട്. അവർക്ക് ഇൻപുട്ട് എടുക്കാം. അതെന്ന് പറഞ്ഞാൽ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയും. അത് കോൺട്രാക്ടേഴ്സിനും ഉണ്ട്. കാരണം നിങ്ങളുടെ പണിക്ക് ആവശ്യമായി മേടിക്കുന്ന പർച്ചേസ് ഓഫ് ഗുഡ്സിന് നിങ്ങൾക്ക് ഇൻപുട്ട് എടുക്കാം. ഇപ്പൊ ടൂൾസിന്റെയും കാര്യങ്ങളൊക്കെ പറയുമല്ലോ, അതിന്റെ ഒക്കെ ഇൻപുട്ട് എടുക്കാം. ഒരു ഡിസൈനറെ സംബന്ധിച്ച്, ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് അവർക്ക് ഇൻപുട്ട് എടുക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. അവർ ഡ്രോയിങ് ഡിസൈൻ ചെയ്ത് സ്റ്റാഫുകൾ കാണും, അവർ വരച്ച് അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ, അവർക്ക് എഞ്ചിനീയേഴ്സിന് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവർക്കുടെ ഓഫീസ് സംബന്ധമായിട്ട് വാങ്ങുന്ന എല്ലാ പർച്ചേസിനും ഇൻപുട്ട് എടുക്കാം. ഇപ്പൊ ഫർണിച്ചർ മേടിച്ചു, AC വെച്ചു, ടേബിള്, പിന്നെ ഫർണിച്ചർ ഫിറ്റിംഗ്സ്. സ്റ്റാഫിന്റെ സാലറിക്ക് ഇല്ല. എംപ്ലോയർ റിലേഷൻഷിപ്പിലുള്ളതിനൊന്നും ഇൻപുട്ട് ഇല്ല. മറ്റുള്ള പർച്ചേസ്, ഇപ്പോൾ സ്റ്റേഷനറി ഗുഡ്സ് മേടിച്ചാൽ പോലും, ഒരു മൊബൈൽ ഫോൺ മേടിച്ചാൽ പോലും അതിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാം. കാരണം അതെല്ലാം നിങ്ങളുടെ സേവനമുണ്ടല്ലോ, സർവീസ്, അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയും. GST നിയമത്തിലെ സെക്ഷൻ 16 പ്രകാരം ഈ പറഞ്ഞതെല്ലാം നമുക്ക് എലിജിബിൾ ആണ്. സാറേ, അതുപോലെ ഇപ്പോൾ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച്, എഞ്ചിനീയറെ സംബന്ധിച്ച് അവർക്ക് വാഹനങ്ങൾ വേണം. ഇപ്പോൾ നമ്മളൊരു സൈറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, കാറുണ്ട്, കാർ മേടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വാഹനങ്ങൾ മേടിച്ചു, അതിനൊക്കെ നമുക്ക് 28% GST വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ആപ്ലിക്കബിൾ ആണോ? ഇതിനകത്ത് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് സമഗ്രമായൊരു മാറ്റം GSTയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ കോൺട്രാക്ടറെ സംബന്ധിച്ച് നമ്മളൊരു വണ്ടി മേടിച്ചാൽ ഇതെല്ലാം പേഴ്സണൽ ഗുഡ്സ് ആണ്. അപ്പോൾ കാറൊന്നും മേടിച്ചാൽ ഒരിക്കലും നമുക്ക് ഇൻപുട്ട് ഇല്ല. അതിന് ഡിപ്രിസിയേഷൻ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെലിവറി വെഹിക്കിൾസിന് നമുക്ക് ഇൻപുട്ട് എടുക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കോൺട്രാക്ടേഴ്സിന് 3 ലോറിയുണ്ട്. സൈറ്റിലോട്ട് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം, ഡെലിവറി ചെയ്യണം. അങ്ങനെയുള്ള ഡെലിവറി പിക്കപ്പ് വണ്ടികൾ, ഇതിനെല്ലാം നമുക്ക് ഇൻപുട്ട് എടുക്കാം. അല്ലാതെ അതിനൊക്കെ എടുക്കാം. അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ കാറ് അല്ലെങ്കിൽ വാച്ചൊക്കെ മേടിച്ചിട്ട്
അതിനൊന്നും നമുക്ക് ഇൻപുട്ട് എലിജിബിൾ അല്ല. പക്ഷെ പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഈ സാധനങ്ങൾ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വ്യക്തിയുടെ പേരിൽ മേടിച്ചാൽ നമുക്ക് എലിജിബിൾ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും മേടിക്കുമ്പോൾ GST രജിസ്ട്രേഷനുള്ള GST നമ്പർ വെച്ച് വേണം നമ്മൾ വാങ്ങിക്കുവാൻ. തീർച്ചയായിട്ടും ആ GST നമ്പർ ഇല്ല എങ്കിൽ നമുക്കത് എലിജിബിൾ അല്ല, ഇൻപുട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടന്റിനോട് പറഞ്ഞ് അത് വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുത്ത് വേണം വാങ്ങുവാൻ. മെഷീനറി ഐറ്റംസ് ആണല്ലോ, ഇപ്പോൾ ഒരു മിക്സർ മെഷീൻ, അതെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് പോലെയുള്ളതിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. വർക്ക്സ് കോൺട്രാക്ടിന്റെ ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷൻ, നിങ്ങൾ ഒരു പണിയെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയാൽ അതാണ് വർക്ക്സ് കോൺട്രാക്ട്. ഇപ്പൊ താങ്കൾ ചെയ്യുന്ന കോൺട്രാക്ട് പണിയാണ്, കോൺട്രാക്ടിന് ഒരു വീട് പണിത് കൊടുക്കും. ഇപ്പൊ A എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് വീട് പണിത് കൊടുക്കുന്നത്. നിങ്ങൾ 1 കോടി രൂപ മുടക്കി ടേൺ കീ പ്രൊജക്ട് പോലെ ഒരു വീട് പണിത് കൊടുത്താൽ 18% GST കോൺട്രാക്ടർ അടയ്ക്കുന്നുണ്ട്. പക്ഷേ A എന്ന് പറഞ്ഞ വ്യക്തിക്ക് അതിൻ്റെ ഒരു ഇൻപുട്ടും എടുക്കാൻ പറ്റില്ല, കാരണം അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, പെയിൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പെയിൻറ്റ് ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് കോട്ടയത്ത് ഒരാൾ പെയിൻറ്റ് കമ്പനിയുണ്ട്. അവർ ആ കമ്പനിക്കായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ഗോഡൗണും വെയർഹൗസും ഫാക്ടറിയും എല്ലാം ഉണ്ട്. എത്ര കോടി രൂപ മുടക്കി അതിൻ്റെ ഫാക്ടറിയോ ബിൽഡിങ്ങോ പണിതാൽ പോലും ഒരു ഇൻപുട്ടും അവർക്ക് കിട്ടത്തില്ല, കാരണം അതെല്ലാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി. ലിഫ്റ്റ് മേടിച്ച് വെച്ചാൽ കിട്ടില്ല, സെൻട്രലൈസ്ഡ് AC വെച്ചാൽ കിട്ടില്ല, ഇതെല്ലാം ഇമ്മൂവബിൾ നേച്ചറാണ്. അത് പലർക്കും അറിയില്ലാത്തൊരു സംഭവമാണ്. പല കമ്പനിക്കാരും ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഇത്രയും 18% GST കൊടുത്താണ് കോൺട്രാക്ടറെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചത്, എന്നിട്ട് എനിക്ക് ഇൻപുട്ടൊന്നും ഇല്ലേന്ന് ചോദിക്കും. കാരണം അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി മാറിയത് കൊണ്ട് ഇൻപുട്ടൊന്നും കിട്ടില്ല. അതേസമയം കോൺട്രാക്ടർ സബ് കോൺട്രാക്ട് കൊടുക്കുവാന്നിരിക്കട്ടെ, അവർ തമ്മിൽ ഇൻപുട്ട് എടുക്കാം, എടുക്കാം. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 1 കോടിക്ക് പണി വർക്ക് കിട്ടി, നിങ്ങൾ ഒരു 80 ലക്ഷം രൂപയ്ക്ക് അത് മറിച്ച് കൊടുത്തു, ബാക്ക് ടു ബാക്ക് എന്ന് പറയും. അങ്ങനെ കൊടുത്താൽ 20 ലക്ഷം രൂപയുടെ ടാക്സ് ലയബിലിറ്റി മാത്രം നിങ്ങൾ അടച്ചാൽ മതി. കാരണം 80 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് എടുത്ത വ്യക്തി നിങ്ങൾക്ക് 18% ബില്ല് വെച്ച് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യും. വേണം, കമ്പൽസറി ആയിട്ടും വേണം. പർച്ചേസ് ചെയ്താൽ അതിനാണ് അൺരജിസ്റ്റേർഡ് പർച്ചേസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കിട്ടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലർക്കും അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണറും പറയും, ഞാൻ വാങ്ങുന്ന 18% കൊടുത്ത് വാങ്ങിയ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിന് എന്തുകൊണ്ട് എനിക്ക് ഇൻപുട്ട് ഇല്ല എന്നുള്ള കാര്യം. അത് ഇപ്പോഴത്തെ GST നിയമം വെച്ച് അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, ഇൻപുട്ടിനുള്ള യോഗ്യത ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസ്, അവർക്ക് ഒരു ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് റിട്ടേൺ കിട്ടുമോ? അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എംപ്ലോയീസിന് ഇൻഷുറൻസ് നമ്മൾ ചെയ്തു കൊടുത്താലും അതിന് നമുക്ക് ഇൻപുട്ട് ഇല്ല. അതേസമയം ബിൽഡിംഗ് ഇൻഷുർ ചെയ്യുമെന്നിരിക്കട്ടെ, നമ്മുടെ ബിൽഡിംഗ് മൊത്തം ഇൻഷുർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോഡൗൺ ഇൻഷുറൻസ് ചെയ്യുന്നു, അതെല്ലാം ഫോർ ദി ഫർദറൻസ് ഓഫ് ബിസിനസ് ആയതുകൊണ്ട് അതിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാം. ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വാഹനം എടുക്കുന്നതിന്റെ അതുമായിട്ട് അപ്പൊ വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് ചെയ്യാമല്ലോ, അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് ഉത്തരം പറഞ്ഞാൽ, ഈ ഡെലിവറി വെഹിക്കിൾസിനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കൊടുത്തതും അതിന്റെ റിപ്പയറും മെയിൻ്റനൻസും എല്ലാം ഇൻപുട്ട് എടുക്കാം. ഡെലിവറി വെഹിക്കിൾ ആദ്യം പറഞ്ഞ പോലെ. അതേസമയം സ്വന്തമായിട്ടൊരു കാറെല്ലാം മേടിച്ചാൽ അത് ഇൻഷുർ ചെയ്തെന്ന് വരുന്നത് ഒരു ഇൻപുട്ടും നമുക്ക് എലിജിബിൾ അല്ല. കമ്പനിയുടെ പേരിലുള്ള വാഹനം ആണെങ്കിൽ പോലും പറ്റത്തില്ല. ആ ഇൻഷുറൻസ് എല്ലാം നമ്മൾ ഇൻകം ടാക്സ് നിയമത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എഴുതി കളയാം. റവന്യൂ എക്സ്പെൻസ് ആണ്, അല്ല ഒരിക്കലും നമുക്കത് എലിജിബിൾ ഇൻപുട്ട് അല്ല. സാറേ, അതുപോലെ ഇപ്പം ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്, പലരും മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നമുക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, അല്ലെ 2 ഏക്കർ സ്ഥലമുണ്ട്, നമ്മളത് ചെറിയ പ്ലോട്ടുകളായിട്ട് 5 സെന്റ് 10 സെന്റ് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ അതിനകത്തൊരു വീട് വെച്ച് വിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെങ്ങനെ GST എങ്ങനെയാണ് അതിൽ ബാധകമാകുന്നത്? ഓക്കെ, GST നിയമത്തിൽ നമ്മൾ 1 ഏക്കർ സ്ഥലമുണ്ട്, അത് പ്ലോട്ടായിട്ട് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വാങ്ങാം പർച്ചേസറുമായിട്ട്. അതിൻ്റെ അത് 2 പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ആദ്യമായിട്ട് സ്ഥലം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വീട് പണിത് കൊടുക്കുകയെന്നിരിക്കട്ടെ, അപ്പോൾ അത് ഒരു വർക്ക്സ് കോൺട്രാക്റ്റ് ആയി.
അതേസമയം നമ്മളൊരു ബിൽഡർ എന്ന രീതിയിലാണെങ്കിൽ റെറ പോലെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരിയും ഫോർമാലിറ്റീസ് അതിൻ്റെ അകത്തുണ്ട്. വെക്കുമ്പോൾ അപ്പോൾ അതിലുപരി നമ്മൾ ഓരോ കസ്റ്റമറെ ആയിട്ടൊരു എഗ്രിമെൻ്റ് വെച്ച് വർക്ക്സ് കോൺട്രാക്റ്റബിൾ ചെയ്യുവാണെങ്കിൽ നോർമൽ കേസിൽ 18% GST വരും. ബിൽഡർമാരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ളത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അതായത് പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഈ പ്ലാനൊക്കെ അപ്രൂവ് ചെയ്ത് പണിത് കൊടുക്കുകയാണെങ്കിൽ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിൽക്കുന്ന വില്ലാസോ സ്റ്റുഡിയോ ഫ്ലാറ്റുകൾക്കൊന്നും GST ഇല്ല. അതേസമയം വീട് വെച്ച് ഔട്ട്റൈറ്റ് ആയിട്ടുള്ള വിൽപ്പനയാണ്, റെഡി ടു ഓക്യുപ്പൈ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ളതിനൊന്നും GST ഇല്ല. അതേസമയം നമ്മളതൊരു എഗ്രിമെൻ്റ് വെക്കുവാണ്, ഒരു കൺസ്ട്രക്ഷൻ എഗ്രിമെൻ്റ് വെച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പണിയുമ്പോൾ നമ്മളൊരു കോൺട്രാക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 18% GST അവിടെ ആപ്ലിക്കബിൾ ആണ്. അതേപോലെ നമുക്കിപ്പോൾ ഒരു 2-3 വീടുകൾ ഒരുമിച്ച് ചെയ്താൽ ഇപ്പം മുൻപൊക്കെ ചെയ്യുന്ന പോലെ വില്ല പ്രൊജക്ട് പോലെ വില്ല പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു ബിൽഡർ എന്നുള്ളതിന്റെ ഷൂസിലോട്ട് മാറി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ഇപ്പം ബിൽഡർമാരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്ലാറ്റുകൾ വിൽക്കുമ്പോൾ അഫോർഡബിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്നും അതേഴ്സ് എന്ന് പറയുന്നത്. അഫോർഡബിൾ എന്ന് പറയുന്നത് 45 ലക്ഷത്തിൽ താഴെയുള്ള ചെറിയ വീടുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ, അതിന്റെ GST റേറ്റ് 1% ഉള്ളൂ അഫോർഡബിൾ. അതേസമയം 45 ലക്ഷം അല്ലേ, 45 ലക്ഷം. മറ്റുള്ള അതേഴ്സ് എന്ന് പറയുന്നത് നോൺ അഫോർഡബിൾ അല്ലെ അതേഴ്സ് എന്ന് പറയുന്നതിന് 5% മേളിലേക്കുള്ളത്. അപ്പോൾ അതിനൊന്നും ഇൻപുട്ട് ഇല്ല, അത് ബിൽഡർമാർക്കാണ് ആപ്ലിക്കബിൾ. വില്ലാസ് ബിൽഡിംഗ് പ്രൊജക്ട്സ് ചെയ്യുന്നവർ ഇൻപുട്ട് ഇല്ലാതെ 1% അല്ലെ 5% വേണം അടയ്ക്കുവാൻ. കോൺട്രാക്ടേഴ്സിന് 1% 5 എന്നുള്ളത് ബാധകമല്ല. നിങ്ങൾക്കുള്ളത് 18% വർക്ക്സ് കോൺട്രാക്ട്. അത് ഗവൺമെന്റ് വർക്ക് ചെയ്താലും പ്രൈവറ്റ് വർക്ക് ചെയ്താലും ഈ GST മാത്രമേ. കോൺട്രാക്ടറെ സംബന്ധിച്ച് ഇപ്പൊ ടാക്സ് നമ്മൾ 18% ആണല്ലോ കോമൺ ആയിട്ട്. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും സ്പ്ലിറ്റ് ഉണ്ടോ? ഈ 18 എന്നുള്ളത് ഒറ്റ ഇതായിട്ടാണ്, എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? GST നിയമത്തിൽ എപ്പോഴും 2017 തുടങ്ങിയുള്ള നിയമമാണ്. GSTയുടെ റേറ്റ് 5%, 12, 18 എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ 50% സെൻട്രൽ GSTയും 50% സ്റ്റേറ്റ് GSTയുമാണ്. എല്ലാത്തിലും 50-50. അപ്പോൾ അതിനെ CGSTയും SGST എന്ന് പറയും. സ്റ്റേറ്റിനുള്ള ഷെയറിനെയാണ് SGST എന്ന് പറയും, സ്റ്റേറ്റ് GST. സെൻട്രലിനെയാണ് സെൻട്രൽ GST അഥവാ CGST എന്ന് പറയും. അതെ. അപ്പോൾ നിങ്ങൾ കോൺട്രാക്ടേഴ്സിന്റെ 18% എന്ന് പറഞ്ഞാൽ 9% SGSTയും 9% CGSTയാണ്. അതുപോലെ 5% എന്ന് പറഞ്ഞാലും 2.5 സ്റ്റേറ്റിന്റെയും 2.5 സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. അത് എല്ലാ റേറ്റിലും അങ്ങനെയാണ്. ഫുഡ് ആയാലും കോൺട്രാക്ട് ആണെങ്കിലും എന്ത് ഗുഡ്സ് മേടിച്ചാലും എല്ലാം ഈക്വൽ. നമ്മുടെ ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ടോക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഓണറെ സംബന്ധിച്ച് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ ടാക്സുകളാണ്, പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പൊതുവേ മനസ്സിൽ തോന്നിയതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറുമായിട്ട് ഷെയർ ചെയ്ത് സാർ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ GST റിലേറ്റഡ് ആയിട്ടുള്ള ഇതിപ്പോൾ നമ്മുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാതുള്ള കാര്യങ്ങളൊക്കെ സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, GST ടോക്ക് വിത്ത് സ്റ്റാൻലി അല്ല സാറേ, അങ്ങനെ ചാനലിൽ വരും. GST ടോക്ക് സ്റ്റാൻലി. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഇത്രയും നേരം സാറ് നമ്മളോട് സഹകരിച്ച് ഡീറ്റെയിൽസ് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ സാറിന് എല്ലാവിധ താങ്ക്സ് അറിയിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.